എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുളത്ത്. ചില വ്യക്തികൾ ദുർമരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രേതാത്മാവ് ആ മരണപ്പെട്ട ദിക്കിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പം പ്രേതങ്ങളില്ല, അതൊക്കെ അന്ധവിശ്വാസമാണ്, അങ്ങനൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം അത് അനുഭവപ്പെടുമ്പോഴാണ് അറിയുക, അവർക്ക് മനസ്സിലാവുക. ഞാൻ പൂജയ്ക്ക് പോയിരുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ രാത്രിയായപ്പോൾ ഞാനൊരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ ആ വീട്ടുകാരൊരു വലിയൊരു ബിൽഡിങ്ങാണ്. ആ വലിയൊരു ബിൽഡിങ്ങിൽ ഒരുപാട് റൂമുകളുണ്ട്. അതിൻ്റെ ഓണർ ആ സ്ഥലത്ത് ഇല്ല, വേറെ സ്ഥലത്ത് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ മുന്നേ ഇവരെ ഈ ഓണർ, അതിൻ്റെ ഭാര്യ, മോൻ, മരിയോട് ഇവരാണ് താമസിച്ചിരുന്നത്. കണ്ടമാന സ്വത്തുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മകളുടെ അവിടെ നിന്ന് ഈ മരുമകള് അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ച് നോക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടമായില്ല, പിടിച്ചിട്ടില്ല. പിന്നെ അവർക്ക് സ്വത്തിന് വേണ്ടിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാക്കി. പൈസ, ആഭരണങ്ങൾ പോരാ, സ്വത്ത് പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി പ്രശ്നങ്ങളാണ്. അങ്ങനെയായിട്ട് ഈ മകനാണ് വെച്ചെങ്കിൽ, അതായത് ഭർത്താവാണ് വെച്ചെങ്കിൽ വീട്ടുകാരുടെ വാക്കൊക്കെ കേൾക്കുള്ളൂ. അങ്ങനെ നിത്യം ശല്യമായിട്ട് നോക്കുമ്പോൾ അത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞു, മരുമകളോട് പൊക്കോളാൻ പറഞ്ഞു, ഇത്രയും പൈസകൾ വേണം. അപ്പം അത് ഭയങ്കര ഗൗരവത്തിലായി. ഗൗരവം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി, പോവാനും പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഈ സ്ത്രീ എന്ത് ചെയ്യും, മരുമകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിരുന്ന മണ്ണെണ്ണ അവിടെ തലയിൽ ഒഴിച്ചിട്ട് തീ കൊളുത്തി നോക്കുമ്പോൾ നല്ല ധൈര്യത്തിലാണ് ഇരിക്കുന്നത് വീട്ടിൽ. ഇങ്ങനെ പിന്നെ കത്താൻ തുടങ്ങി നോക്കുമ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലായി. അങ്ങനെ ഈ മുകളിലത്തെ റൂമിലേക്ക് ഓടി, ഇങ്ങോട്ട് ഓടി അവിടെ റൂമിൽ തന്നെ കിടന്നിട്ട് ആള് മരണപ്പെട്ടു പോയി. അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുള്ള സ്ഥലത്ത് അവിടെ വേറെ ആർക്കും താമസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ പൂജയ്ക്ക് പോയിട്ടുണ്ടായിരുന്ന ആ വ്യക്തികളാണെങ്കിൽ അവർ മാത്രമേ താമസിക്കുന്നുള്ളതിൽ. എന്താന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കൈവിട്ട് പോകാതിരിക്കാൻ അവരങ്ങനെ ഒരു കളി കളിക്കാന്ന് പറഞ്ഞാൽ ഇവരവിടെ താമസമായി. അപ്പോൾ ഈ സംഗതികൾ ചൊവ്വ വെള്ളി ദിവസങ്ങൾ വരും. ഇവർക്കും പ്രശ്നങ്ങളാണ്. വേദാലയം എന്ന് പറഞ്ഞൊരു അവസ്ഥയല്ലേ. അപ്പോൾ അത് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു വലിയൊരു ബിൽഡിങ്ങാണ്. അതിൻ്റെ ഓണർ വല്ലപ്പോഴും വരും, എന്തെങ്കിലും പൈസ കൊടുത്താൽ മേടിക്കും അങ്ങനെ. അപ്പോൾ ഇവർക്ക് വാടക കൊടുക്കണ്ട, ഒരു 10-15,000 മീതെ 10-20,000 രൂപ വലിയ റൂമാണ്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും വാടക അവർ കൊടുക്കണം. 2 റൂം അങ്ങോട്ട് എടുത്തിട്ട് വന്നവർ. അപ്പം ഇതൊക്കെ നോക്കി നടക്കുന്ന കാരണം അവരോട് ചോദിക്കില്ല. അപ്പം അതുകൊണ്ട് പ്രേത പിശാച് എന്തായാലും ശരി അവർ മുകളിലേക്ക് പോവില്ല. മുകളിൽ കൂടുതൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞതിനോട് അവരുടെ വേറൊരു കാര്യത്തിന് വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ ചിലവരൊക്കെ കിടന്നു കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റില്ല കേട്ടാ. രാത്രി കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ കേൾക്കും. അവർ വളരെ നിസ്സാരമായിട്ട് പറയണത്. അപ്പോൾ കഥയൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ കേൾക്കും. അങ്ങനെ വന്നിട്ടുള്ളവരൊക്കെ പിന്നെ അവർ ഇവിടെ നിൽക്കാറില്ല, അവർ പോവും. അത് മറ്റ് ബംഗാളികൾക്കൊക്കെ വാടകയ്ക്ക് കൊടുത്തിരുന്ന കുറേ റൂമുകളുണ്ട്. അപ്പം അത് ഒരു ദിവസം നിന്ന് കഴിഞ്ഞ് പിന്നെ അവർ നിൽക്കില്ല അവിടെ. അവർ സാധനങ്ങളെടുത്ത് അപ്പയ്ക്കപ്പം ഇവിടുന്ന് വിടും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കല്ലി ഇളകിയിട്ടുള്ളൊരു സ്വഭാവം അതിനെ. കാരണം ആണുങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഭർത്താവ് ഇതേപോലെ തന്നെ തൂങ്ങി മരിച്ചു. ഇതേപോലെയല്ല, ആള് തൂങ്ങി മരിച്ചു. ഇദ്ദേഹം മണ്ണെണ്ണ ഒഴിച്ചു. ഭർത്താവിൻ്റെ അച്ഛനെ എന്താ വണ്ടി ഇടിച്ചു. അങ്ങനെ അവിടെ മരണങ്ങൾ 2-3 മരണങ്ങളോ അടുപ്പിച്ച്. പിന്നെ കേസും കൂട്ടം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ റൂം അങ്ങോട്ട് അടച്ചിട്ടു. അങ്ങനെ അടച്ചിട്ട് നോക്കുമ്പോൾ പിന്നെ അവിടേക്ക് ആരും വരാണ്ടായി. ആ പരിസരത്തേക്ക് ആരും വരുന്നില്ല. അപ്പം ഇവര് ഇരിക്കുന്ന സമയത്തിന് മരിച്ചിട്ടുള്ളത്. അങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞിരിക്കുന്ന വ്യക്തി ഇവർ ഈ വാടകയ്ക്ക് ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജയ്ക്ക് പോയിട്ടുള്ള ആ വ്യക്തികൾ, അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അവരതൊന്നും പറഞ്ഞില്ല. ശക്തമായിരിക്കുന്ന രക്ഷസിൻ്റെതായ ദോഷങ്ങളുണ്ട്, പ്രേത ദുരിതങ്ങളുണ്ട് അവിടുത്തെ ഒരു കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ടാണ് അത് നോക്കുമ്പോൾ അത് കണ്ടിരുന്നു. അപ്പോൾ ഈ കഥകളൊന്നും അവർ പറഞ്ഞില്ല. ഇവിടെ വന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഒരു കഥ പറയണത്.
അപ്പോൾ ഈ മരണങ്ങളൊക്കെ നടന്ന് നോക്കുമ്പോൾ അത് അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷ ഒരു പ്രേതാലയമായിട്ട് അങ്ങനെ അടച്ചിട്ടു. റൂമൊക്കെ ആകെ തീയ കളിയിട്ടൊക്കെ. കാരണം പെട്ടെന്ന് ഒരാളും വരില്ല. ആ പരിസരത്ത് എല്ലാവർക്കും ദുരിതങ്ങളായി. അതേപോലെ തന്നെ ഈ അമ്മായിമാനെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് വട്ടം കറക്കാന്ന് പറയണത്. അമ്മായിമ്മ സിനിമയിലൊക്കെ കാണുന്ന പോലെ കിട്ടുന്ന തിരിയ മുടി മുകളിലേക്ക് പിടിച്ചിട്ട് അങ്ങനെ ഉപദ്രവമായിട്ടാണ് അമ്മായിമ്മ ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുള്ളത്. അപ്പം ഇവർക്കാണ് കുറച്ചൊരു ചെറിയൊരു സമാധാനം ഉണ്ട് ഇവിടുത്തെ അമ്മ ഉള്ള കാരണം. പക്ഷേ ഇവർക്ക് അവിടെ ഒരു പെൺകുട്ടി ഉണ്ട്. ആ കുട്ടിക്ക് ഒരു എന്താ പറയുക, ഒരു മന്നപ്പ് മാതിരിയായി. പൈസ ആയിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ആ വീട്ടിൽ നിന്ന് വിട്ടുപോകാൻ തോന്നുന്നില്ല. വേറെ വീടിൻ്റെ അവിടേക്ക് വിട്ടുപോകാൻ തോന്നുന്നില്ല. ഇവിടെ തന്നെ അവർ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു അന്തരീക്ഷങ്ങളായി. അപ്പോൾ ഈ രാത്രിയിൽ അന്ന് പൂജ ഉണ്ട്. പിറ്റേ ദിവസം നോക്കിയിട്ട് വേണം പൂജ ചെയ്യാൻ. അപ്പോൾ ഇത് കണ്ടിട്ട് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു സൂചന വന്നപ്പോൾ ഇത് എന്താണ് ഏതാണെന്നുള്ളൊരിതിൽ ആളുകളൊന്നും താമസിക്കുന്നൊരു സൂചന ഇല്ല അതിൻ്റെ മുകളിൽ. എങ്കിലും അവിടുന്ന് റൂമുണ്ട്, ബാത്റൂമൊക്കെ ഉള്ളത്. അവിടെ റൂം അവിടെ സെറ്റാക്കി വന്നു. ഭക്ഷണം കഴിച്ച് അവിടെ കിടന്ന് കുറേ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരു 12-1 മണിയായ സമയത്ത് ഞാൻ നല്ല കൂർക്കം വലിച്ച് ഉറക്കാന്ന് പറഞ്ഞു. അപ്പം ഈ അടുത്ത് തുണക്കാരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് നോക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇവനെ നാക്ക് ഇറങ്ങി ഉപയോഗിക്കും, ഇവനെ മുണ്ടാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ ആരാണെന്ന് അറിയുമോ? അപ്പം ഇല്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇല്ല, തലയിട്ടാട്ടില്ല. അങ്ങനെ ആ റൂമിൽ നിന്ന് ഇങ്ങനെ അകത്തെ റൂമിൽ നിന്ന് ഇങ്ങനെ ചിലങ്ക ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഓടിയെടുത്തേക്ക് വന്നപ്പോൾ ചോദിച്ചു, ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചു. അങ്ങനെ ആൾ വേഗം മുഖത്തുകൂടെ അങ്ങനെ മുണ്ടിട്ടിട്ട് അവിടെ കിടന്നു കണ്ണു വെച്ചിട്ട്. ഞാനാച്ച് നല്ല ഉറക്കാം. അപ്പോൾ പിറ്റേ ദിവസം പറയണത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ആ വീട്ടുകാർ പറയണം ഇന്ന മാതിരി അവിടെ ഒരാളിനും വന്ന് താമസിപ്പിക്കില്ല. പിന്നെ ഞങ്ങൾ ഒരു നിവൃത്തിയില്ലാത്ത കാരണം നിൽക്കുക. ഞാൻ പറഞ്ഞു, ഈ കുട്ടീനെ ഇവിടെ നിർത്തണ്ട, കുട്ടിക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിലൂടെ ഉണ്ടാവണം. അവളിൽ കൂടി ജീവിക്കുന്നൊരവസ്ഥ പോലെ ആയി അവിടെ. ആ കുട്ടിയെ അന്ന് വളരെ വൃത്തിയോടെ കൂടിയിട്ട് അണിഞ്ഞൊരുങ്ങി അങ്ങനെ ഇരിക്കും. ആർക്ക് വേണ്ടിയിട്ട് എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഇവർക്ക് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ ഇവിടെ താമസിക്കുന്ന അമ്മയുടെ മോളുടെ കുട്ടിയാണ്. അപ്പം ഇവിടെ ഇവർ അച്ചാച്ചൻ്റെ അമ്മാമ്മി മാത്രമുള്ള കാരണം ഈ അമ്മാമ്മയുടെ ഒപ്പം വന്നിരിക്കണത് അവർ. ഈ കുട്ടിക്ക് വേറെ വീടുണ്ട്, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. ആൾക്ക് വളരെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, ദുരിതങ്ങൾ, വിഷമങ്ങൾ, ഉറക്കില്ല, വേഗം പിടിക്ക് വരണം. ചൊവ്വ വെള്ളി ദിവസമായി കഴിഞ്ഞ് വിടില്ല. അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് അവിടെ മരണപ്പെട്ടു പോയിട്ടുള്ള കാരണം. രാത്രി ആയി കഴിഞ്ഞാൽ വാടകക്കാർ വന്നു കഴിഞ്ഞ് വാതിൽമ തട്ടും ഈ ചിലങ്ങയുടെ സൗണ്ട് കേൾക്കും. അങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ആരും കാണില്ല. വീണ്ടും അടച്ച് വീണ്ടും കിടന്നാൽ അത് ഏകദേശം ഒരു 2 മണി 3 മണി വാതിൽ ചവിട്ടിലും മുന്തലും എന്നിട്ട് പറയണം അവർ ആ സമയത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ ആരും ഇല്ലാണ്ടിരിക്കുന്നൊരു റൂമവിടെ. അപ്പം അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാത്രമെന്നല്ല, ഞാൻ എന്തോ ഭാഗ്യത്തിന് എനിക്കതിൻ്റെ ഒന്നും അനുഭവപ്പെട്ടില്ല. പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ അവിടെ നിന്നില്ല. ഇനി നമ്മളിത് അറിഞ്ഞിട്ട് പിന്നെ പരീക്ഷിക്കാനായിട്ട് നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം ഇയാൾക്ക് എന്തുണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ കർമ്മിയായത് കൊണ്ടോ ഇനിയിപ്പോൾ എന്തോ അവിടേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചൊക്കെ കിടന്ന കാരണം ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ധർമ്മദൈവാദികളുടെ അനുഗ്രഹങ്ങളെ കൊണ്ടോ അടുത്തേക്ക് എത്താൻ പറ്റില്ല ആൾക്ക്. എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്ക് ഇത് കണ്ടു. ആൾ പറഞ്ഞു അവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നു അവിടെ നിന്ന്. അതേപോലെ തന്നെയാണ് വേറൊരു അനുഭവം. ഒരു വ്യക്തിക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ബന്ധുവാണ്, അവിടേക്ക് വിരുന്നായിട്ട് വന്നതാണ്. ആൾക്ക് അവിടെ പണിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം അവിടെ വന്നതാണ്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ രാത്രിയിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വേറെ കട്ടിലുമ്പോൾ എടുക്കുന്നുണ്ട്. ഇയാൾ അങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പോവുണ്ട്. അപ്പം ഞാൻ ഇട്ട് വന്നിട്ട് അവൻ്റെ മേല് തട്ടി, എന്താന്ന് ചോദിച്ചിട്ട് അങ്ങനെ തട്ടിയപ്പോൾ ഇല്ല എന്നാൽ കിടന്നു. വീണ്ടും ഉറക്കത്തിലേക്ക് പോയി. വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കുമ്പോണ്ട് വീണ്ടും അതേപോലെ തന്നെ അവൻ കരയാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ഇട്ട് വീണ്ടും അവനെ തട്ടിയിട്ട് ലൈറ്റൊക്കെ ഇട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട്. ആ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞ് രാത്രി 1 മണിക്കായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് ഇങ്ങനെ പേടിച്ചിട്ടുള്ളതാണ് അവിടെ നിന്ന്. അങ്ങനെ പറഞ്ഞിട്ട് എന്നൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഇയാളെ മേത്തൊന്നും തുണിയൊന്നും പുതപ്പില്ല. ഷർട്ട് ഊരിയിട്ടുണ്ട്, ഈ മുണ്ട് കൊടുത്തിട്ട് അങ്ങനെ കിടക്കുക, പുതപ്പൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ചോന്ന ഒരു മുണ്ടുണ്ട്, പട്ടുണ്ട്.
ആ പട്ടിട്ടിട്ട് അവൻ്റെ കഴുത്തിരിക്കാൻ ഇട്ട് കൊടുത്തു. ആളുറങ്ങി, നല്ല ഉറക്കത്തില്ല. അങ്ങനെ ഇട്ട് കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പോണ്ട് അവൻ വീണ്ടും പരാക്രമം അടിക്കുക. പരാക്രമം അടിക്കുന്ന പറയുമ്പോൾ ഈ പട്ട് നേരെ വന്നിട്ട് ഇതില്ല അമർത്തുക. പട്ടിൻ്റെ മീതെ കൈയുണ്ടെന്ന് പറയണവൻ. ഞാൻ കാണുന്നില്ല. നീ പട്ടിട്ടിട്ടൊക്കെ എടുക്കണില്ല, പട്ടിട്ടിട്ട നീ എടുക്കണല്ലേ, നീ എന്നെ കാണിച്ചു തരണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനത്തിന്. നീ എന്തിനാ അവിടെ നിന്ന് പോന്നേ എന്ന് ചോദിച്ചിട്ട് കഴുത്തിൽ അമർത്തുക. അപ്പൊ ഈ കഴുത്തിൽ ഇങ്ങനെ ഈ പട്ടിനെ നീക്കുക. അത് നമുക്കത് കാണാമല്ലോ. അങ്ങനെ വിമിഷ്ടണ്ടായപ്പോൾ വീണ്ടും എണിറ്റ് വന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അവൻ ഉറങ്ങി. കുറേ നേരത്തേക്ക് ഉറക്കം വന്നില്ല, പിന്നെ കണ്ടില്ല അങ്ങനെ. അപ്പോൾ പിറ്റേ ദിവസം പറയങ്ങനെ അവർ കഴിച്ചിരിക്കുന്ന സമയത്ത് അവിടെ വലിയൊരു പറമ്പാണ്, അവിടെ ഒരു കശുമാവൻ തോപ്പൊക്കെ ഉണ്ട്, റബ്ബർ എസ്റ്റേറ്റും കൂടിയാണ്. അങ്ങനെ അവിടെ ഒരു കിണറിൻ്റെ അവിടെ ഒരു പെണ്ണ് വീണ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ വെള്ളം അടിച്ചിട്ട് അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ നിലവിളി കെട്ടിട്ട് എങ്ങനെ ഇയാൾ പേടിച്ചു. തുണക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഇയാൾ ഒറ്റയ്ക്ക് രാത്രി. അങ്ങനെ പേടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇയാളുടെ ഒപ്പം തന്നെ കൂടി. അപ്പം ഈ പറഞ്ഞു വന്നത്, ശക്തമായിരിക്കുന്ന ചില ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുള്ള പരിസരത്ത് ഇപ്പോഴും അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ അടുത്ത് ഒരു പെൺകുട്ടി മരണപ്പെട്ടതാ. ആളൊരു 10-21 വയസ്സിൽ, ഇപ്പോൾ ഒരു മരിച്ചിട്ട് 10-25 കൊല്ലം 10-30 കൊല്ലത്തിന് മീതിയായിട്ടുണ്ട്. ആ മരണപ്പെട്ടു പോയിട്ട് അവിടെ അവരുടെ വീട് കുറേ അകലെയാണ്, ഒരു ആരും ഇല്ലാത്തൊരു ഭാഗത്ത്. അങ്ങനെ ആ ഒരു വലിയൊരു കശുമാവൻ തോപ്പാണ്. ആ കശുമാവൻ തോപ്പിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഈ കുട്ടിയുടെ ഒരു മാമൻ്റെ വീട് ആ പരിസരത്തുണ്ട്. അങ്ങനെ വന്നിട്ട് അവിടെ ഇയാൾ മരിച്ചു എന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ കശുമാവൻ തോപ്പ് എന്ന് പറഞ്ഞാൽ വലിയ തോപ്പാണ്, ഏക്കർ കണക്കിനുള്ള കശുമാവാണ്. അപ്പോൾ അവിടെ ഇതിൻ്റെ ഈ കശുമാങ്ങയുടെ സീസണാണ്, മാങ്ങയുടെ സീസണാണ്. അപ്പോൾ അത് മാങ്ങ പിറക്കാനായിട്ട് വന്നത് അവർ വീട്ടുകാർ. അങ്ങനെ വീട്ടുകാർ വന്നത് പിറക്കി നടക്കുന്ന കാരണം എവിടെ നിന്നും മണം വരുന്നുണ്ട്. മണം വന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും നായ്ക്കളതിന് മരിച്ച് വീണിട്ട് അങ്ങനെ ഉള്ളതെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു കശുമാങ്ങ ഉണ്ടാക്കി ചെന്ന് നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ സാധനം തൂങ്ങിയിട്ട് നിൽക്കണം പെൺകുട്ടി. നോക്കുമ്പോൾ അതിന് ആകെ പുഴു വന്ന് ദിവസങ്ങളായി മരണപ്പെട്ടു പോയിട്ട്. അങ്ങനെ പേടിച്ചോടി പിന്നീട് ആളുകളൊക്കെ വന്നിട്ട് അതിനൊക്കെ മാറ്റി. പിന്നീട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ പരിസരം എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളൊരു വിജന, രണ്ട് ഭാഗത്തും വലിയ വലിയ പറമ്പുകളാണ്. ഇപ്പോൾ ഒക്കെ അവിടെ ആളുകൾ കമ്പനിയും കാര്യങ്ങളൊക്കെ ആയി. നേരത്തെ അങ്ങനെ താമസമില്ല. അപ്പോൾ ഈ ഒരു 12-1 മണി കഴിഞ്ഞാൽ ആ വഴി കൂടെ തന്നെ വരേണ്ട ഒരു സൗകര്യം ഉണ്ട്. പിന്നെ വരണമെങ്കിൽ കിലോമീറ്ററോളം വളഞ്ഞിട്ട് വരണം. അപ്പോൾ ഇതിൽ വരേണ്ട ആളുകൾ ഒരു 12 മണി 1 മണി ആയാലും ചിലപ്പോൾ വരാണ്ടിരിക്കാനും പറ്റില്ല, റോട്ടിൽ കിടക്കാൻ പറ്റില്ല. അങ്ങനെ വരേണ്ട സമയത്തോ റോട്ടിൽ ഒരു പെൺകുട്ടി നിൽക്കുക. കാറൊക്കെ വരുന്ന സമയത്ത് കൈ കാട്ടിയിട്ട് നിൽക്കുക, അയ്യോ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പരിചയമില്ലാത്തവരെന്ന് പറഞ്ഞാൽ ഡോറ് തുറന്നിട്ട് അങ്ങനെ ഒരു അബദ്ധത്തിൽ വന്ന് പെട്ടതാവും, എന്താണെന്നറിയില്ലല്ലോ. വണ്ടി ഡോറ് തുറന്ന് കയറി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് പിന്നെ ആ വണ്ടിയിൽ ഉണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അവിടെ. ഇതിങ്ങനെ ഉണ്ടായിട്ടുള്ളവർക്ക് മറ്റേ മെൻ്റൽ പേഷ്യൻറ്റുകളായിരിക്കുന്നു അവർ. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അവിടെ ദോഷങ്ങളുണ്ടായിരുന്നു. രാത്രി വരാൻ പറ്റില്ല, അവിടെ ആ വഴിക്ക് പോവില്ല. രാത്രി കഴിഞ്ഞാൽ കിലോമീറ്റർ പോയാലും വേണ്ടില്ല, ഈ വഴി കൂടെ വരില്ല എന്ന് പറയും. അങ്ങനെ അപ്പോൾ ഈ ആ മരണപ്പെട്ടു പോയിട്ടുള്ള ആ സ്ഥലത്ത് അതിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. അതിനാണ് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ചില വ്യക്തികൾക്കൊക്കെ ഈ പേടി പറ്റി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പനി, അല്ലെങ്കിൽ തലവേദന, പിന്നെ ശാരീരിക അസ്വസ്ഥതകൾ ആരെങ്കിലും ഉണ്ടില്ല, പിന്നെ അല്ലെങ്കിൽ ഓടിട്ട് കറിയുക, ശരീരത്തിലൊക്കെ വേദന എടുക്കുക, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ അദ്ദേഹം അനുഭവിക്കുക. അപ്പോൾ ആദ്യം ഇവർ പെട്ടെന്ന് ഇങ്ങനെ വന്നാലും ഡോക്ടറെ കാണിക്കുക. പനി കൂടുതലായി പിന്നെ ഡോക്ടറിനെ കാണിക്കണമല്ലോ. പിന്നീട് അവർക്ക് സമാധാനം ഇല്ലാണ്ട് വരുമ്പോൾ ജ്യോത്സ്യനെ കാണിക്കുക. ആ ജ്യോത്സ്യനെ കാണിക്കുമ്പോൾ ചിലവരുടെ അടുത്ത് വന്നാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ചിലവരുടെ അടുത്ത് വന്നാലും അത് ആ ഒരു ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിളക്കുമാല പായസം കഴിച്ചോളൂ, അല്ലെങ്കിൽ ഒരു എന്താ ദേവിക്ക് പായസം കഴിച്ചോളൂ, അത് നവഗ്രഹ പൂജ ചെയ്തോളൂ, ഇങ്ങനെ പറഞ്ഞിട്ട് ലിസ്റ്റ് എഴുതി കൊടുക്കും. അവരിതൊക്കെ ചെയ്യും. പക്ഷേ ഈ സംഭവം മാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ആത്മാവ് ഇതിൻ്റെ ശരീരത്തിൽ കയറി. കാരണം അത് ദുർമരണപ്പെട്ടു പോയിട്ടുള്ള പ്രേതാത്മാവിനെ അതിൻ്റെ സാധാരണ അതിൻ്റെ ആളുകളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ഏത് ആചാരപ്രകാരം, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ത് ആചാരപ്രകാരം ശരി, അവരുടെ മതപരമായിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ആ പ്രേതത്തിൻ്റെ അതിൻ്റെ ദുരിതങ്ങൾ തീർത്തില്ല വെച്ചെങ്കിൽ വളരെ വിഷമം ഉണ്ടാവുക. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും, ചിലപ്പോൾ 6 മാസം വേണ്ടിയില്ല, പിശാചായിട്ട് നടക്കുന്നൊരവസ്ഥ ഉണ്ടാകുക. പലർക്കും ഇതേപോലെ കാണാം, കേൾക്കാം.
ആ അനുഭവത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു കർമ്മിയായി കാരണം ഒരുപാട് ആളുകളുടെ ഇതേപോലെ ദോഷങ്ങൾ തീർക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇല്ല, അതൊന്നും അതൊക്കെ വെറുതെ പറയാന്ന് പറയണതൊക്കെ അതൊരു സങ്കല്പമാണ്, ശാസ്ത്രീയ ഇത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല എന്നൊക്കെ പറയണവരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അവർക്കിത് അനുഭവമല്ല, അനുഭവമുള്ള ആളുകളുടെ കേസ് പറയണത്. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. അപ്പം മരിച്ചു പോയിട്ട് അതിൻ്റെ 16 അടിയന്തരം വരെ അതിൻ്റെ ബലിക്രിയകൾ ചെയ്യുക, അതേപോലെ മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്തില്ല വെച്ചെങ്കിൽ പിന്നെ ഒരിക്കലും പിന്നെ അത് ചെയ്തിട്ടും കാര്യമില്ല, അവൻ പിശാചായിട്ട് തന്നെ മാറും. അത് പിന്നെ അതിൻ്റെ കുറച്ച് കഠിനമാണ് അതൊക്കെ ശരിയാക്കണമെങ്കിൽ. അപ്പം ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഈ വല്ല വ്യക്തികളുടെ മേത്ത് ആരെങ്കിലും മേത്ത് ഇങ്ങനെ പ്രേതങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ അതിന് നോക്കി കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ചില വഴിപാടുകൾ ചെയ്യേണ്ടി വരും. ആ വഴിപാടുകളുടെ പുറമെ ഇങ്ങനെ ശക്തമായിരിക്കുന്ന കർമ്മങ്ങൾ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ കർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ ഈ പ്രേതത്തിന്റെ ഒപ്പം, ഇങ്ങനെ ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മാവിന്റെ ഒപ്പം ആ പരിസരത്തുള്ള ഒരുപാട് പ്രേതങ്ങൾ അവരൊപ്പം കൂടുക. അതിലാരെ ലീഡർ വെച്ചാൽ അവൻ്റെ ഒപ്പം എല്ലാം അങ്ങനെ ഈ പാറ്റകൾ ലൈറ്റിന്റെ അടുത്ത് ഇങ്ങനെ പറക്കുന്ന പോലെ എല്ലാവരും കൂടി ഇട്ട് വരും. അപ്പൊ ഒരു വ്യക്തി ഇതേപോലെ എന്തെങ്കിലും തരത്തിൽ പേടിച്ചു കഴിഞ്ഞാൽ സാന്നിധ്യം നായാവും, ചിലപ്പോൾ എന്തെങ്കിലും പിന്നിൽ വീണതാവും, ശബ്ദം ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇതേപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒട്ടനേകം പ്രേതങ്ങൾ അതിൻ്റെ ഒപ്പം കൂടുക. അപ്പോൾ പിന്നെ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ദൈവങ്ങൾക്ക് വരെ അതിൻ്റെ ശക്തിയെ പോയിരിക്കും. കാരണം അത്രയും സാധനങ്ങളാണ് വരണത്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ആ പ്രേതാത്മാക്കളിനെ ഈ പ്രതിമയിലേക്കൊക്കെ ആവാഹിച്ച്, ഇനിയിപ്പോൾ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഉപാസകന്മാരാണ് വിചാരിക്കുക, ദേവനോ ദേവിനോ നാഗങ്ങളെ ആരിനെ വെച്ച് പൂജിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ വെള്ളത്തിൽ വീണ് മരിച്ചോ, തൂങ്ങി മരിച്ചോ, വിഷം കുടിച്ചു, തീ കൊടുത്തു, ആരാ ആവട്ടെ. അപ്പം അതിനെ ഈ മൂർത്തിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഈ പ്രേതാത്മാവിനോട് കൂടിയിട്ട് അവർ വിശ്വസിച്ചിരുന്ന ആ മൂർത്തികളുണ്ടായിരിക്കും. അപ്പം പ്രത്യക്ഷത്തിൽ ഈ പ്രേതത്തിനെ ആവാഹിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം ആവാഹിക്കലുണ്ടാവുള്ളൂ. ആവാഹിച്ച് ഒഴിവ് നോക്കി കഴിഞ്ഞാൽ 6-ലോ 8-ലോ 12-ലോ അവിടെ നിന്ന് മാറില്ല. അപ്പം അത് വീട്ടുകാരെ അറിയാണ്ട് കുഴപ്പമില്ല കേട്ടാ ഇതായിണ്ട് എന്ന് വെച്ചിട്ട് വെക്കാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ ചില ഗുരുക്കന്മാരൊക്കെ നോക്കും, ഞാനും നോക്കും. അപ്പം അതെന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ മൂർത്തികളുടെ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടാവും. ചൊവ്വയോ കാളിയോ നാഗങ്ങളോ അല്ലെങ്കിൽ മറ്റെന്ത് ചാത്തനോ അവരോടൊക്കെ അവർ ആചരിച്ചിരുന്ന കരിങ്കുട്ടിയോ അവരുടെയൊക്കെ സാന്നിധ്യങ്ങളുണ്ടാകും. അപ്പോൾ ആ സാന്നിധ്യം മരണപ്പെട്ടു പോയാലും അതൊന്നും വിട്ടുപോകില്ല. അപ്പം അതിനെ കർമ്മങ്ങൾ ചെയ്ത് രണ്ടും രണ്ടോടാക്കിയിട്ട് പ്രേതാത്മാവിന് മോക്ഷം കൊടുത്തു കഴിഞ്ഞാലേ ഈ പ്രശ്നങ്ങൾ തീരുള്ളൂ. അല്ലെങ്കിൽ ഇത് ചെന്ന് മുട്ടിനോടത്തൊക്കെ അവിടെ മരണങ്ങൾ നടക്കാനുള്ള സാധ്യത ഉണ്ടാകുക. കാരണം ആ മരണപ്പെട്ടു പോയിട്ടുള്ള അത് ശരീരത്തിൽ കൂടിയിട്ടുള്ള ആളും ഏകദേശം ഉറക്കില്ല, ഊണില്ല, വഴക്കുണ്ടാക്കണു, അല്ലെങ്കിൽ കുളിക്കണില്ല, ജപമില്ല, പ്രാർത്ഥിക്കണില്ല, ആകെ തലതിരിഞ്ഞ സ്വഭാവവും, വീട്ടുകാരൊക്കെ നല്ല വഴക്കാവും. ആ വഴക്കാവുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ ഇയാൾക്ക് ഓരോ ദിവസം തോറും കഴിയും തോറും ഭയങ്കര ദേഷ്യം കൂടും, മരിക്കണം ചിന്തകൾ വരിക. അപ്പം അത് വൈകാതെ തന്നെ അത് ഒന്നാലും ഏതെങ്കിലും തരത്തിൽ മരണപ്പെട്ടു പോകും. അത് ചെന്ന് ചേരുക ഇതിൻ്റെ ഒപ്പം തന്നെയാണ്. പിന്നെ ഇയാളും ഇതേപോലെ തന്നെ അങ്ങനെ നടക്കുക. അങ്ങനത്തെ അതൊരു അപ്പം ഈ പ്രേത സാന്നിധ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലേ വളരെയധികം അനർത്ഥങ്ങൾ ഉണ്ടാകുക. അത് ആ കുടുംബത്തിന് തന്നെ നശിപ്പിച്ചിട്ടേ പോകുള്ളൂ. അതിനനുസരിച്ച് വീട്ടുകാർ ഇതേപോലെ തന്നെ അന്ധവിശ്വാസമാണ്, ഇങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര എളുപ്പമായി. കാരണം ഈ കർമ്മം ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല. ഈ പ്രേതാത്മാക്കൾ അവർ സമ്മതിക്കില്ല. ഇയാൾക്ക് അമ്പലത്തിൽ പോകേണ്ട കാര്യമോ കർമ്മം ചെയ്യേണ്ട കാര്യമൊന്നും എതിർത്ത് കഴിഞ്ഞാൽ ശരിയാക്കി കളയും. ഇവിടെ കർമ്മം വേണ്ട, ഒന്നും വേണ്ട, പോയി അവിടെ നിന്ന് എന്ന് പറഞ്ഞ് നീക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക. അപ്പം അത് ഈ മരണപ്പെടാനുള്ള പല സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക. അപ്പം അതിനെ കർമ്മം ചെയ്തിട്ട് ശരിയാക്കണതിൻ്റെ ഒപ്പം തന്നെയാണ് അവരുടെ ധർമ്മദൈവങ്ങളും ഇതേപോലെ തന്നെ ഏതാണ്ട് പണി കഴിഞ്ഞിട്ടുണ്ടാവും. ഈ പ്രേത സാന്നിധ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം ഇവർക്ക് ധർമ്മദൈവങ്ങൾക്കാണെങ്കിൽ കർമ്മം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പൂജ ഉണ്ടാവില്ല, വിളക്ക് വെപ്പൊന്നും ഇല്ലാത്തൊരു സംഭവം കൂടി ആവും. അപ്പം ഇതും കൂടി ആകുമ്പോൾ ശരിക്ക് വിളക്കണഞ്ഞ മാതിരി ആയിരിക്കുക. അപ്പം ഇതൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ധർമ്മദൈവാദികളുടെ ദുരിതങ്ങളും ബന്ധനങ്ങളും മാറ്റി ആ ധർമ്മദൈവത്തിൻ്റെ ശക്തി ചൈതന്യം ഉണ്ടാക്കുന്ന കർമ്മങ്ങളും കൂടി ചെയ്ത് അവരെ ശക്തിപ്പെടുത്തണം. എന്നിട്ട് നിത്യം അവർക്ക് കർമ്മങ്ങൾ ചെയ്യണം. ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് പിന്നീട് അത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രേതബന്ധങ്ങളൊക്കെ പിന്നീട് വരാണ്ടിരിക്കുള്ളൂ. നല്ല ദേഹരക്ഷ അല്ലെങ്കിൽ സ്ഥലരക്ഷ ഒക്കെ ചെയ്യാം. അപ്പം ഈ ആൾക്ക് വ്യക്തിക്ക് ചിലപ്പോൾ അത് ഇവരിങ്ങനെ പ്രേതദോഷങ്ങൾ ഉണ്ടായാലും ഓരോ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാട് കൊടുക്കുക. ആ കർമ്മി പറഞ്ഞ് അവർ ഇതിപിടിക്ക് കൂട്ടിമുട്ടിയില്ല. അവർ
ചില കർമ്മികൾ ഇത് പ്രേതത്തിൻ്റെയാണ് അല്ലെങ്കിൽ ദുർമരണപ്പെട്ടിരിക്കുന്ന സംഭവമാണ്, ഇത് ചെയ്തിൽ ഇങ്ങനെ പണി കിട്ടും, ഇങ്ങനെ എത്രയും പെട്ടെന്ന് കർമ്മം ചെയ്തോളൂ അവർ പറയില്ല. ചിലവർ പറയും ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് അവിടെ വഴിപാട് ചെയ്തോ, ഇവിടെ പോയിട്ട് വിഷ്ണുവിനെ അവിടെ ചെയ്തോ, പോയിട്ട് അത് ചെയ്തോ. ഇനി അഥവാ പോയി കഴിഞ്ഞാലും ഇവരൊന്നും ഇരുത്താണ്ട് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ട് അങ്ങനെ വിട്ടഴിക്കുന്നവരുണ്ട്. പൈസ അയച്ചാൽ മതി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. ചിലവരൊക്കെ അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ വിദേശത്തുള്ള ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇതേപോലെ ദുരിതങ്ങളുണ്ട്, ഇവിടെ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. വരാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം അതിനവർ തയ്യാറായിട്ടാണ്. പക്ഷെ ഇത് അനുകൂലമല്ലാത്ത തരത്തിലാണ് അവർ വരിക, ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല. അപ്പം അങ്ങനെ ചെയ്താലും അവർ പറഞ്ഞിട്ട് ഇത്ര ഇത്ര സ്ഥലത്ത് വീട്ടുകാർ ഇതിനെ രക്ഷിക്കേണ്ട ആളുകൾ തന്നെ പറയാം, ഇത്ര ഇത്ര സ്ഥലത്ത് ഞങ്ങൾ കർമ്മങ്ങൾ ചെയ്തു, ഇത്രയും പൈസ ചിലവാക്കി, ഇനി ഞങ്ങളിൽ പൈസ ഇല്ല. അപ്പം നമ്മൾ അവർ ഇനി ചെല്ലുന്ന സ്ഥലത്താവും ചിലപ്പോൾ കൃത്യമായിട്ട് അതിനെ ബന്ധിക്കാനായിട്ട് പറ്റുക. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവർ പൈസ ഉണ്ടാവില്ല എന്ന് പറയും. ചിലവർ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ അംഗീകരിക്കില്ല, അവർ പറയുന്നത് സംഭവമാണ് ചെയ്യുക. നമ്മളിവിടെ പ്രേതം ഉണ്ടെന്ന് പറയുമ്പോൾ അവരതല്ല, അവർ ചാത്തനാണുള്ളതെന്ന് പറയും. നമ്മൾ കരിങ്കുട്ടിയാണെങ്കിൽ ബാധയിൽ എന്ന് പറഞ്ഞാൽ അവർ വേറെ ഗുളികനാന്ന് പറയും. അപ്പൊ അവര് പറയുന്നതിനല്ലല്ലോ നമ്മളിരിക്കുന്നത്. അവര് കർമ്മി കണ്ടിട്ടുള്ള ആ ഒരു കർമ്മം ചെയ്യുന്ന ആള് ജ്യോത്സ്യം പ്രശ്നം വെക്കുമ്പോൾ കണ്ട അതിനെയാണ് ആവാഹിക്കുക. അപ്പൊ അവര് പറയാന്ന് പറഞ്ഞ് വേറെ സ്ഥലത്ത് അവരും ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, അവരെങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, അവരതിനെ പിടിച്ചു നിൽക്കും. അപ്പൊ ചില കേസൊക്കെ വന്നു കഴിഞ്ഞ ഇവിടെ ചെയ്യില്ല, എനിക്ക് പൊക്കോളം പറയും. അപ്പൊ അതല്ല, എനിക്ക് പൊക്കോളം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ റൂട്ടിലേക്ക് വന്നില്ല, പിന്നെ തലവേദന, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ബാധകൾ പ്രേതദോഷങ്ങളൊക്കെ വന്നാൽ കൃത്യമായിട്ട് തന്നെ കർമ്മം ചെയ്ത് മാറ്റുക. അതിലുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇല്ലാതാക്കുക. പിന്നെ ധർമ്മദൈവാദിനെ ശക്തിപ്പെടുത്തുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ പ്രേത ദുരിതങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ ഉത്തമത്തിലാണ് കർമ്മം ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഉത്തമത്തിൽ മാത്രം അവർക്ക് കർമ്മം ചെയ്യുക. മധ്യമത്തിൽ കർമ്മം ചെയ്യേണ്ട മൂർത്തികളാണ് വെച്ചാൽ മധ്യമത്തിൽ കർമ്മം ചെയ്ത് അവരെ പ്രീതിപ്പെടുത്തുക. അതൊക്കെയാണ് പരിഹാരങ്ങൾ. അപ്പൊ ചാത്തൻ, ചൊവ്വ, കാളി, കരിങ്കുട്ടി, അതുപോലെ ഗുളികൻ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞ മധ്യമ കർമ്മമാണ് അവർക്ക് വേണ്ടത്. അതിനെ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല. വ്യക്തികളുടെ ഇഷ്ടമല്ല, വ്യക്തികളുടെ തീരുമാനമല്ല, മൂർത്തിക്കാണ് കാണുന്നത്. ഏതാണ് ദൈവം, ആ ദൈവത്തിന് എന്താ കർമ്മം ചെയ്യാൻ പറ്റുക ചെയ്യുക, അതിന് എടുക്കും. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ കരിങ്കുട്ടിക്ക് കൊടുത്തുകൊണ്ട് വേറെ കാളിയോ അല്ലെങ്കിൽ പിശാചികളോ അതൊന്നും എടുക്കില്ല. ഇപ്പോൾ നമ്മളൊരാൾക്ക് കൊടുക്കണമെങ്കിൽ ആളിനെ എടുക്കുള്ളൂ. അപ്പോൾ വിശ്വാസമില്ലായ്മയുടെ പേരിലും ഇഷ്ടമില്ലായ്മയുടെ പേരിലും പല പേരിലും ഓരോരുത്തർ പറയുന്നുണ്ട് കർമ്മം ചെയ്യണതിനെ കുറിച്ചൊക്കെ. അതൊക്കെ അവർ കർമ്മിയാണ് വെച്ചെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അവരൊരു 10, 25, 10, 30 കൊല്ലമായിട്ട് അവർ കർമ്മ ഫീൽഡിലുണ്ട്, ഈ പൂജ കാര്യങ്ങളിൽ അവരുണ്ട്, ഫീൽഡിലുണ്ട് വെച്ചെങ്കിൽ അവർ പറയും. ചില തന്ത്രിമാരായാലും ശരി, ജീവൻ പോയില്ല അവർ മധ്യമകർമ്മം ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. കാരണം അത് മതി എന്ന് പറയാം, അവർക്കത് മതി. പക്ഷെ ദേവിക്ക് ഇതല്ല, ഇത് വേണ്ട എന്നുള്ളത് വന്നാലും അവർ ചെയ്യില്ല. അതിൻ്റെ ദുരിതങ്ങൾ ഈ വീട്ടുകാരെ അനുഭവിക്കും. അങ്ങനെ പല ആളുകൾക്കും കണ്ടിട്ടുണ്ട്. വീണ്ടും എന്നിട്ട് അവരിത് മാറ്റിയിട്ട് ആ ഒരു സാത്വികമായിട്ടുള്ള കർമ്മ രീതിയിൽ നിന്ന് മാറ്റിയിട്ട് ഇവർ മധ്യമ കർമ്മത്തിലേക്ക് വരിക. ഇനിയിപ്പോൾ മധ്യമ കർമ്മം ചെയ്യണം, അല്ല സാത്വിക കർമ്മങ്ങളാണ്, ഓക്കെ ചെയ്തോട്ടെ. അങ്ങനെ ചെയ്താലും ഇവർക്ക് പുറംകളത്തിൽ നീക്കിയിട്ട് അവർക്ക് പൽപ്പമിട്ടിട്ട് അവർക്ക് അതിൻ്റെ കർമ്മങ്ങൾ ഇത് ആവാഹിച്ച് കർമ്മങ്ങൾ കൊടുക്കണം. മധ്യമകർമ്മം, കള്ള്, കോഴി, കുരുതി ഇതൊക്കെ വെച്ചിട്ട്. അപ്പോഴാണ് ആ ദേവത കൃത്യമായിട്ട് പ്രീതിപ്പെടുള്ളൂ. അല്ലാച്ചെങ്കിൽ ഇതേപോലെ തന്നെ ഓരോ ദുരിതങ്ങളവിടെ വന്നുകൊണ്ടിരിക്കും, രക്ഷപ്പെടാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പം ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ശ്രദ്ധിക്കുക. ഡോക്ടറെ കാട്ടിയിട്ട് സമാധാനം ഇല്ല വെച്ചെങ്കിൽ ഇതേപോലെ ജ്യോത്സ്യനെ കാണിക്കുക. ഒരുപാട് ആളുകൾ ഇങ്ങനെ ബുദ്ധിക്ക് വളരെയധികം ഇതായിട്ട് ഭ്രാന്തായിട്ട് തന്നെ നടക്കുന്നവരുണ്ട്. അവരെന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്ത് ചികിത്സ കാര്യമില്ല. ലാസ്റ്റ് കയ്യും കാലൊക്കെ കെട്ടിയിട്ട് റൂമിൽ അടച്ചിരുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യം പോലെ അവരാരെങ്കിലും നോക്കിയറിഞ്ഞ് ഇതിനെ കർമ്മങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിനെ വിട്ടുപോരാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട് വെച്ചെങ്കിൽ, ദുരിതങ്ങളുണ്ട് വെച്ചെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കുക. നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോവുക, അതിനെ നോക്കിയറിയുക. കൃത്യമായിട്ട് ഇതേപോലുള്ളതായ പ്രേത ദുരിതങ്ങളോ പ്രേതബാധകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ ഏത് തരത്തിൽ നീക്കം ചെയ്യാമെന്ന് അറിഞ്ഞിട്ട് കൃത്യമായിട്ട് തന്നെ നീക്കം ചെയ്യുക. ഒപ്പം ധർമ്മദൈവാദികളെ തന്നെ ശക്തിപ്പെടുത്തുക. ആ ധർമ്മദൈവാദികൾ ഇനിയിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്താണോ മരണപ്പെട്ടിട്ടുള്ളത് ചിലപ്പോൾ ആ വീട്ടിലായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ സംഗതികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ വീട്ടിൽ താമസിക്കാൻ ഒരു കാരണവശാലും താമസിക്കാൻ പറ്റില്ല എന്ന് കണ്ടും എല്ലാം സ്കൂട്ടാവുക നല്ലത്. അല്ലെങ്കിൽ അത് ഏതാ ഭാഗം നോക്കിയിട്ട്, എന്നാലും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ബോഡിയൊക്കെ പെട്ട് കഴിഞ്ഞാൽ, കാരണം ബോഡി നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടാവണതല്ല, ഒരു 500, 600, 1000 കൊല്ലമൊക്കെ മുമ്പ് എന്തുണ്ടാകുന്ന നമുക്കറിയില്ല. അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ ആ സമാധി, ആ മറവ് ചെയ്തിട്ടുള്ള എൻ്റെ മീതെ വീട് വന്നാൽ പ്രശ്നമാണ്. അവിടെ താമസിക്കാൻ പറ്റില്ല ഒരിക്കലും. ഇനിയിപ്പോൾ അങ്ങനെ താമസിക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ ഈ വീട് പൊളിക്കാണ്ട് ഈ വീട്ടിലെ ആളുകൾ വേറെ വീട് വയ്ക്കുക, അല്ലെങ്കിൽ വേറെ വാടകയ്ക്ക് പോകും.
ഇവരിത് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യും. എന്നാലും അവർക്കും ഗതി പിടിക്കില്ല, ഇവർക്കും ഗതി പിടിക്കില്ല. അപ്പം ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് വെച്ചാൽ കൃത്യമായിട്ട് അതിന് പരിഹാരം ചെയ്യുക, ആ വ്യക്തിനെ, ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്തുക. അപ്പോൾ പ്രേതാത്മാവ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമുക്ക് നേരിട്ട് നമ്മുടെ ദൃഷ്ടിയിൽ കാണാൻ പറ്റിയില്ലെങ്കിലും അനുഭവിക്കുന്നവരുടെ അനുഭവത്തിലും നമുക്ക് മനസ്സിലാക്കാം. ചില വ്യക്തികൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വ്യക്തികളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അതും ഈ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന വ്യക്തികൾ അവരതേപോലെ തന്നെ ചെയ്യും. ആ വ്യക്തി ഇപ്പോൾ കൂടുതൽ നേരം ഇങ്ങനെ മിണ്ടാതിരിക്കുക, ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ പ്രത്യേക ഒരു സ്ഥലത്ത് എപ്പോഴും ചെന്നിരിക്കുന്ന അത്, അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതേപോലെ തന്നെ ഈ വ്യക്തികളും അനുകരിക്കാൻ തുടങ്ങും. കാരണം ഈ പ്രേതബാധകൾ വന്നു കഴിഞ്ഞാൽ അതൊരു രതികാമ, ഗന്ധുകാമ, ഗന്ധർവകാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒക്കെ പറയുന്നുണ്ട് പ്രശ്നമാർഗത്തിൽ. ഇപ്പം ചിലത് വന്നു കഴിഞ്ഞാൽ രതി, അവരോട് കൂടി കളിക്കുക, അവരുടെ ശാരീരികമായിട്ടുള്ളതായ അവസ്ഥകളൊക്കെ അനുഭവിക്കുക, അവരിൽ കൂടി അങ്ങനെയുള്ളതുണ്ട്. ചിലത് അവർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുക, അവരിൽ കൂടി ജീവിക്കുന്ന എത്തിക്കണ്ണി പോലെ. ചിലതെന്ന് പറഞ്ഞാൽ അത് അവരിനെ കൊണ്ടേ പോകുള്ളൂ, അവരുടെ മരണം കണ്ടിട്ടേ ഈ സംഗതികളൊക്കെ വിട്ടു പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ കാണാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ആയിട്ട് മാറണതോ, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരെ സ്വതൊക്കെ മാറിപ്പോകും. അങ്ങനെ ആ വ്യക്തിത്വത്തിന് മാറ്റം ഉണ്ടാകും. അപ്പോൾ ആ മരണപ്പെട്ടു പോയ വ്യക്തി എന്ത് തരത്തിലായിരുന്നു, ആളുടെ സ്വഭാവം എങ്ങനെയാണ്. പ്രേതബാധകളുള്ള വ്യക്തികളെ കല്യാണം കഴിഞ്ഞാലും അവരുടെ കല്യാണം സന്തോഷത്തോടുള്ള ജീവിതമാവില്ല അവർക്ക്. കാരണം ഈ പ്രേത സാന്നിധ്യം അവരുടെ ശരീരത്തിലുണ്ട് വെച്ചെങ്കിൽ അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളതായ ഒരു സൗഹൃദം അല്ലെങ്കിൽ ബന്ധം അവിടെ കഴിയില്ല. കാരണം ഭർത്താവിനെ സഹകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സഹകരിക്കാൻ പറ്റില്ല ഭർത്താവിൻ്റെ ശരീരത്തിൽ അതിലുള്ള വെച്ചെങ്കിൽ. കാരണം അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. മാറി കിടന്നാൽ മതി എന്നല്ലാവും. അത് അധികം വൈകാതെ ബന്ധം വിച്ഛേദിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഭാര്യ ഭാര്യയോടെയും ഭർത്താവ് ഭർത്താവിൻ്റെ. ഇനിയിപ്പോൾ അതൊക്കെ കടന്നു കഴിഞ്ഞ് ഇനിയിപ്പോൾ വിശേഷം ഉണ്ടായിരിക്കാം, അത് 2 മാസം ആകുമ്പോഴേക്കും അബോർഷനായി പോയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് ആരും പെട്ടെന്ന് അംഗീകരിക്കില്ല, വിശ്വസിക്കില്ല. അപ്പം ഇതിനെ നോക്കി അറിഞ്ഞ് കൃത്യതയോടെ കൂടിയിട്ട് കൈകാര്യം ചെയ്യാന്ന് വെച്ചെങ്കിൽ പിടിച്ച കിട്ടും. അല്ലെങ്കിൽ ആ സ്വരൂപം അങ്ങനെയായിട്ട് പോവത് ആരെ കൊണ്ടും കർമ്മങ്ങൾ ചെയ്യലുണ്ടാവും, പക്ഷെ അത് വിട്ടുമാറില്ല. അതിനനുസരിച്ചുള്ള കർമ്മികളോ ആവുമ്പോഴാവും ചില മാറ്റങ്ങൾ ഉണ്ടാകുക. ഒപ്പം അവർ ധർമ്മദൈവാദികളുടേതായ ദുരിതങ്ങളുണ്ട് വെച്ചെങ്കിൽ ആദ്യം വിശ്വാസിയല്ല, അതൊക്കെ കൊണ്ട് കളഞ്ഞു വരിക. ധർമ്മദൈവാദികളൊരു പാട് കാലത്ത് മുന്നേ ഉണ്ടായിരുന്നു, അവർക്ക് വിശ്വാസമില്ലാതെ അതൊക്കെ കൊണ്ട് അവർ വെള്ളത്തിൽ അവിടെ കൊണ്ട് കളഞ്ഞു. അങ്ങനെയുള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ച വ്യക്തികൾക്ക് ഒരിക്കലും ഇത് മാറാത്ത തരത്തിലാണ് നിൽക്കുക. കാരണം അതിനൊരു മാറ്റം ഉണ്ടാവണമെന്ന് വെച്ചെങ്കിൽ ഈ കൊണ്ടുപോയി കളഞ്ഞിട്ടുള്ള ധർമ്മദൈവാദികൾ വീണ്ടും പുനഃപ്രതിഷ്ഠ പോലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതിനൊരു തടയുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതേപോലെ പല ദുരിതങ്ങളും അവിടെ വരാനായിട്ട് അവർ വഴിവെക്കും, എന്നാലും ഇവർക്ക് ഇനി അവിടെ സ്ഥാനം ഉണ്ടാവുള്ളൂ എന്നുള്ളതിൽ. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് 100% സാധ്യതയുള്ളതാണ്, അനുഭവിച്ചു വരണതാണ്. അപ്പം ഇതിനെക്കുറിച്ച് അറിയാത്തവർ പല അഭിപ്രായങ്ങളും പറയും. അറിയാത്തവരാണ് ഈ ഫീൽഡിൽ വളരെ പഴക്കമുള്ള ഒരു 10, 30, 40 കൊല്ലമുള്ള പഴക്കമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയില്ല. അപ്പോൾ ഈ പ്രേതദോഷങ്ങളൊക്കെ വന്നാൽ ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ മനസ്സിലാക്കുക, കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം. അപ്പം ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും മാറ്റമില്ലാതെ സർവേശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്താനായിട്ട് കഴിയട്ടെ. അപ്പോൾ എൻ്റെ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.